SLC പ്ലസ് കഴിഞ്ഞു ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ പുതിയൊരു കരിയർ തിരഞ്ഞെടുക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് അവസരങ്ങളെക്കാൾ കൂടുതൽ AI എന്ന 2 വാക്കുകൊണ്ട് നഷ്ടപ്പെടാനിരിക്കുന്ന അവസരങ്ങളെ കുറിച്ചും ഒരുപാട് മിത്തുകളുമാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇനി എന്ത് പഠിക്കണം എന്ന കാര്യത്തിൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഒരു കാര്യം മനസ്സിലായി, ഈ പണ്ടത്തെ പോലെയുള്ള ഒരു ഒഴുക്കിനനുസരിച്ചുള്ള പോക്ക് അഥവാ SLC +2 ഡിഗ്രി PG അങ്ങനെയുള്ള ഒരു പോക്ക് കൊണ്ട് നീ എപ്പോഴും പിടിച്ചു നിൽക്കില്ല എന്ന കാര്യം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ഈ അടുത്തൊരു റിപ്പോർട്ട് ന്യൂസ് വായിക്കാനിടയായി, കഴിഞ്ഞ വർഷം അഥവാ 2023 നഷ്ടപ്പെട്ടത് AI എന്ന 2 വാക്കുകൊണ്ട് നഷ്ടപ്പെട്ടത് 2 ലക്ഷത്തിലധികം ജോലികളാണ്. മാത്രമല്ല ഈ വർഷത്തെ കണക്ക് പ്രവചന പ്രകാരം 3 ലക്ഷത്തിന് അടുത്ത ജോലികൾ നഷ്ടപ്പെടുന്ന കേൾക്കുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ജോലികൾ AI കാരണം നഷ്ടപ്പെടുകയാണ്. ഇതിനിടയിൽ ഇനി ഞങ്ങളുടെ കരിയർ എന്താവണമെന്നോ ഇനി എന്താകുമെന്നോ ഇനി എന്ത് പഠിക്കുമെന്നോ എന്ന കാര്യത്തിൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, ഞാനിപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ SLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ കരിയറിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. എന്തായാലും തീർച്ചയായിട്ടും DM-ൽ വന്ന് മറുപടി പറയുന്നതായിരിക്കും. സോ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അപ്പെക്സിന്റെ CEOയും കൊമേഴ്സ് എഡ്യൂക്കേറ്ററുമായ ജാബിർ പറയങ്ങടനാണ്. ആദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബിസിനസ്സിലും അക്കൗണ്ടിങ്ങിലും മാനേജ്മെന്റിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഹോണസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ ഈ ഡിഗ്രി പഠിക്കുന്നതുകൊണ്ട് വല്ല ജോലിയും കിട്ടുമോ ഈ ഒരു കാലത്ത്? ഇത് ശരിക്കും ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഭാവിയിൽ നമ്മുടെ മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തോന്നുന്ന ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ഒരു ടെൻഷനാണ് ആക്ച്വലി. ആസ് എ കൊമേഴ്സ് എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയ്ക്ക് കുട്ടികളിൽ നിന്ന് ഈ ഇടയ്ക്ക് ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ടെൻഷൻസും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉയർന്നു വരാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ ഒരു വിഷയത്തിലുള്ള അറിവുകളെക്കാളും കൂടുതൽ മിത്തുകളാണ് പബ്ലിസിറ്റി ആവുന്നത്. സോ അതിൽ നിന്നുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ടെൻഷനാണ് ഇത്തരം ചോദ്യങ്ങളിലേക്ക് നടക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, AI ഈ ലോകത്തും ബിസിനസ് എക്കോസിസ്റ്റത്തിനകത്തും വലിയ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനകത്ത് തർക്കമില്ല. അതിനർത്ഥം ആ മേഖലകളിലൊന്നും ഇനി ഒരു ജോലികളും ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഓക്കെ, ഞാൻ ഈ ഇടയ്ക്ക് ആമസോൺ ഗോസ്റ്റോറിന്റെ ഒരു വീഡിയോ കാണാതെ, അഥവാ ഒരാള് നേരെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി ചൊല്ലുന്നു, ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. വേറെ ഒരു പണി അവിടെ നടക്കുന്നില്ല. സംഗതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ലുലു മാളൊക്കെ ബില്ലടിക്കുന്ന സമയത്ത് ക്യൂ, അവിടെ ആ ക്യൂ പോലും ഇല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. അവിടെ ഒരു ക്യാഷ്യറോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറോ ഒരു ബില്ലറോ, ഇനിയിപ്പോ എന്തിന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മള് ബില്ലുമ്പോൾ തൊളയിടാൻ നിൽക്കുന്ന സെക്യൂരിറ്റി പോലും ഇല്ല. സംഗതി ടോട്ടലി ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് പിന്നിൽ വല്ലാണ്ട് നമ്മൾ ഭീതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അഥവാ അവിടെ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അവരെ നോക്കാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. അവിടെ അതല്ലാണ്ട് ഒരു മാനേജർ ഉണ്ടാവും, ഒരു ക്യാഷ്യർ ഉണ്ടാവും, ബില്ലർ ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഭാവിയിൽ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇവരുടെ ജോലിയൊക്കെ ഇവിടെ നഷ്ടപ്പെടുകയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ AI-യുടെ കടന്നുവരവ് നമ്മുടെ ഫ്യൂച്ചറിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഇതൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ തോന്നുന്നൊരു തോന്നലാണ്. കാര്യം ഇതൊരു ആമസോൺ ഗോ സ്റ്റോറിന്റെ മാത്രം കാര്യമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആക്ച്വലി 2017 ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് അവരുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് ബ്ലോക്ക് ചെയിൻ AI എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. മിനിഞ്ഞാന്ന് നമ്മുടെ ICI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു പബ്ലിക്കേഷൻസ് വന്നിരുന്നു. ഇന്ത്യ ഗവൺമെന്റുമായിട്ട് അവർ ഈ ഒരു പ്രപ്പോസൽ സംസാരിക്കുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മേഖലകത്ത് ആൽഗോരിതംസ് AI ആൽഗോരിതംസ് കൊണ്ടുവരാം. അതായത് ഗവൺമെന്റിന്റെ സബ്സിഡി, അതേപോലെ പെർമിറ്റുകൾ, അതേപോലെ തന്നെ ലൈസൻസുകൾ, ഇതൊക്കെ കൊടുക്കുന്നത് ആക്ച്വലി ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മളുടെ ഈ
ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതല്ലെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൽഗോരിതമിക് ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരാൻ പോവാണ്. അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം കൂടെ ഗവൺമെന്റ് കൊണ്ടുവരാനുള്ള പ്രപ്പോസലാണ് സംസാരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് ചെയിൻ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇപ്പോൾ നടക്കുന്ന ഗവൺമെന്റിന്റെ പണം വിനിയോഗിക്കുന്ന രീതികൾ ഇതെല്ലാം കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആക്കുക. അതിന്റെ ഡോക്യുമെന്റുകൾ, അതിന്റെ പേപ്പർ വർക്കുകൾ ഇതെല്ലാം ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം അതിനകത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ അഴിമതി കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ആക്ച്വലി മിനിഞ്ഞാന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രപ്പോസലാണ്, അവരുടെ ഒരു ആർട്ടിക്കിളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ ഗവൺമെന്റിലും പോലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. AI കൊണ്ട് പ്രത്യേകിച്ചും ബിസിനസ് ആൻഡ് അക്കൗണ്ടിംഗ് മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വരാൻ പോകുന്ന ജോബുകളെ കുറിച്ചിട്ടും അത്തരത്തിലുള്ള ജോബുകൾ ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങളെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ആശങ്കകൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ എങ്കിൽ നമ്മൾ അതിന് ഒറ്റ വാക്കിലൊരു ഉത്തരം പറയാന്നുള്ളത് കുറച്ച് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും തോന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ബയാസ് കൊണ്ടും കൂട്ടേയുള്ളൂ. സോ നമുക്കിതിന്റെ എല്ലാ ഡയമെൻഷൻസും പറഞ്ഞു പോകുന്നത്, അതായത് ഏത് തരത്തിലുള്ള ജോലികളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, ആരൊക്കെയാണ് ഇനി ജോലികൾ എക്സിസ്റ്റ് അല്ലെങ്കിൽ ആരുടെയൊക്കെ ജോലികളാണ് ഇനി എക്സിസ്റ്റ് ചെയ്യുക, ആ എക്സിസ്റ്റ് ചെയ്യുന്ന ജോബുകളിൽ കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഡയമെൻഷൻസും നമ്മൾ പറഞ്ഞു പോകുമ്പോഴേ സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ആശങ്കകൾ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഈ അടുത്ത് കേൾക്കുന്ന ന്യൂസുകളൊക്കെ ഏതാ AI ടേക്കിംഗ് ജോബ്സ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ AI വന്നപ്പോൾ ഒരുപാട് പേര് പുറത്താക്കപ്പെട്ടു, AI കാരണം ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള ഒരു ന്യൂസാണ്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എത്ര മാത്രമുണ്ട്? ഓക്കെ, അതായത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ AI ഡെവലപ്പ് ചെയ്യുന്നത് മനുഷ്യരിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകളെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ തെറ്റുകൾ ഇല്ലാണ്ട് എഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് AI എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളിൽ അതായത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ ടൈം എടുക്കുന്നതുമായിട്ടുള്ള ടാസ്കുകൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവും. നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത് നോക്കാം. അതായത് ബിസിനസ് മേഖലയിലുള്ളവർക്ക് മനസ്സിലാവാൻ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. പക്ഷെ നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കും. അതായത് കാൽക്കുലേറ്റർ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായതുപോലെ, അതായത് അന്നൊക്കെ ആ സമയത്ത് ആക്ച്വലി കണക്ക് കൂട്ടുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. കാര്യം ഗുണനപ്പട്ടിക കാണാതെ പഠിച്ചു, അതേപോലെ തന്നെ പേപ്പറിൽ എഴുതിയിട്ടൊക്കെ ആയിരുന്നു ആക്ച്വലി കണക്ക് കൂട്ടിയിരുന്നത്. ഇത് കാൽക്കുലേറ്റർ അത് ശരിക്കും ബിസിനസ് മേഖലയിൽ അത് ഭയങ്കര വലിയൊരു റിപ്പീറ്റഡും അതായത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നതും കൂടുതൽ തെറ്റുകൾ ഉണ്ടാകുന്ന ഒരു ടാസ്ക് ആയിരുന്നു. കാര്യം ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ സ്റ്റേറ്റ്മെന്റ്, കാരണം ഒരു വർഷത്തെ കണക്കുകളൊക്കെ ഉണ്ടാകുന്ന പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഏകദേശം ഒരു 20 മുതൽ 30, 50 വരെയൊക്കെ ലൈൻസുകൾ ഉണ്ടാവും. സോ ഈ ലൈൻസുകളുടെ എമൗണ്ടുകൾ ഓരോന്നായിട്ട് നമ്മുടെ മൈൻഡിൽ കൂട്ടിയാൽ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഒരു 5 ലൈൻ വെച്ചിട്ട് അതിന്റെ ഇടയിൽ വെച്ചിട്ട് അത് കൂട്ടും, ഇതിന് അടുത്ത 5 ലൈനിലേക്ക് പോകും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. സോ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫൈൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ കാൽക്കുലേറ്റർ വന്നപ്പോൾ എന്തായി, ഇതെല്ലാം ഭയങ്കര ഫാസ്റ്റായി. നമുക്കിതിന് പേപ്പർ ഒക്കെ മനക്കണക്ക് കൂട്ടുക ഒന്നും ചെയ്യണ്ട, കാൽക്കുലേറ്റർ അടിച്ച് പ്ലസ് അടിച്ച് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. സോ അതുവരെ മനക്കണക്ക് കൂട്ടാൻ പറ്റുന്നവരൊക്കെ എന്തായിരുന്നു, അക്കൗണ്ടന്മാരായിരുന്നു. യെസ്, അതെ, അക്കൗണ്ടന്മാരായിരുന്നു അത്തരം ജോലികൾ ചെയ്തിരുന്നു. കാരണം അക്കൗണ്ടൻസി ഇത് ചെയ്യുന്ന ആൾക്കാരെ വേണ്ടിയിരുന്നു. സോ കാൽക്കുലേറ്റർ വന്നതോട് കൂടിയിട്ട് ശരിക്കും അക്കൗണ്ടിങ് അറിയുന്ന അക്കൗണ്ടന്റ്മാർക്ക് മാത്രമായിട്ട് ജോബ് മാറുകയും കണക്ക് കൂട്ടാനും കുറയാനും വരുന്ന ആൾക്കാർക്ക് അക്കൗണ്ടിങ് ജോബുകൾ കംപ്ലീറ്റ് പോവുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് അക്കൗണ്ടിങ് അറിയുന്ന ആൾക്കാരിലേക്ക് മാത്രം അക്കൗണ്ടിങ് മാറി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും കുറേ സമയം വേണ്ടതും തെറ്റുകൾ വരുത്താൻ കൂടുതൽ സാധ്യത ഉള്ളതായിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ്ലി എന്താവും AI വരുന്നതിലൂടെ ഇല്ലാണ്ടാവും. സോ അക്കൗണ്ടിങ് മേഖലയിലും ഫിനാൻസ് മേഖലയിലും
AI വരുന്നതോട് കൂടെ ഇല്ലാണ്ടാകാൻ പോകുന്ന ടാസ്കുകളെ കുറിച്ച് അറിയണം. മാത്രമല്ല ഈ AI-യും ML-ഉം ഒക്കെ ഒരു കോഡിംഗ് റിലേറ്റഡ് ആണല്ലോ. സോ ഇനിയിപ്പോ ഇനി കോഡിംഗ് മേഖലയാണോ തിരഞ്ഞെടുക്കേണ്ടത്? സത്യത്തില് കോഡിംഗ് മാത്രം പഠിച്ചാൽ രക്ഷപ്പെടാന്നുള്ളതും ഒരു മിത്താണ്. കാര്യം നമ്മളിപ്പോ ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, പുള്ളിന്റെ പേര് ഡെവിൻ എ ആണ്. ഓക്കെ, പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പുള്ളിയുടെ ടീം പറയുന്നത് ആക്ച്വലി കോഡിങ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഡിങ്ങിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിന്റെ ആഡ് ഇങ്ങനെയുള്ള ഫോർമുല കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇത് ഉപയോഗിച്ച് നമ്മൾ കോഡ് ചെയ്യാം. സോ അത്തരത്തിലുള്ള കോഡിംഗ് ലാംഗ്വേജുകളെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലേക്കായിട്ട് മാറ്റുന്ന പറഞ്ഞത് ഡെവിൻ മാത്രമല്ല കേട്ടോ, ഗൂഗിളിന്റെ അതേപോലെ ഒരു സാധനം ഉണ്ട്, ഡിവൈറ്റ് AI എന്ന് പറയും. പുള്ളി ഭയങ്കര പവർഫുൾ ആണ്. അതായത് നമ്മൾ ഒരു കോഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാല് ആ കോഡിനെ ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു എന്താണ് അതിന്റെ ലോജിക് എന്നുള്ളത്. നേരെ റിവേഴ്സോ, നമ്മൾ ലോജിക് മാത്രം ഇംഗ്ലീഷിൽ ജസ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോഡാക്കി ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ AI-കൾ ഇന്ന് നിലവിലുണ്ട്. സോ ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യമാണ് കോഡിങ്ങിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാനുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ആർക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആവാം എന്നുള്ള സ്ഥിതിയിലേക്ക്. അതായത് ബേസിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ഏതൊരാൾക്കും ഇനി കോഡിംഗ് ചെയ്യാൻ കഴിയും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തും. ഒരു റിപ്പോർട്ടിൽ ഇതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് ഏകദേശം 99% കോഡിംഗ് ടാസ്കുകളും AI വരുന്നതിലൂടെ ഡിസ്ട്രക്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് ബേസിക്കലി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് സിമ്പിൾ ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട ടാസ്കുകളിൽ ഉണ്ടാവും പറഞ്ഞല്ലോ. അതായത് കോഡിംഗ് ചെയ്യാൻ ഇപ്പൊ ഇതിന്റെ കോഡിംഗ് ടാസ്ക് ആസ്പെക്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രൊജക്ട് ചെയ്യാൻ 100 കോഡേഴ്സിന്റെ ആവശ്യം ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, സോ ഇത്തരം AI സാങ്കേതിക വിദ്യകൾ വരുന്നതോട് കൂടിയിട്ട് ഈ 100 പേരിൽ നിന്ന് അതിനകത്ത് ഏറ്റവും മികച്ചതായിട്ടുള്ള 10 പേരിലേക്ക് ജോബ് ചുരുങ്ങി പോകും. മനസ്സിലായോ? സോ അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ 99%ലേക്കും ഇതിന്റെ ജോബുകളും AI വരുന്നതോടെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. എന്റെ അടുത്ത സംശയം, നമ്മൾ SLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പം +2 കഴിഞ്ഞാൽ കുട്ടിയുടെ ഫോണിക്കാണെങ്കിലും അവരുടെ രക്ഷിതാക്കളുടെ ഫോണിക്കാണെങ്കിലും ഒരുപാട് കോഴ്സ് വരും. ഇത് നല്ല ഒരുപാട് കോഴ്സ് ഉണ്ട്, ഈ കമ്പ്യൂട്ടർ കോഴ്സ് ആയാലും അവരെ പറ്റി ഇല്ലാത്തതും കൂടി കൂട്ടി ചേർത്തിട്ട് ഇവനൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൾ വരും. അപ്പം ഇതിന്റെ ഒരു പിന്നിലൊരു കളി ഇതിൽ ബേസിക്കലി എന്താ പറയുക, നമ്മള് എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രാധാന്യം ഇന്നത്തെ കാലത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയുന്നത് അർജന്റീനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ ഓസ്ട്രേലിയൻ ഒളിമ്പിക് ടീം 2020 ഒളിമ്പിക്സ്, ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സ്, അന്ന് കൊറോണ കാരണം ആ ഒരു ഒളിമ്പിക്സ് തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്യേണ്ടായി. സോ ഈ ഒരു സമയത്ത് അവരുടെ ടീമിനെ, സ്വിമ്മിംഗ് ടീമിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും റിസർച്ചുകളും നടത്തി. സത്യത്തിൽ 1956 ശേഷം ഒരു ഒളിമ്പിക്സിൽ പോലും ഓസ്ട്രേലിയക്ക് വേണ്ടത്ര ഒരു ഷൈനിങ് ഈ സ്വിമ്മിംഗ് ഏരിയയിൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. സോ അവർ ഇതിനെ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിച്ചത് ഇതേപോലെ ഡാറ്റ അനലിറ്റിക്സും മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടായിരുന്നു. 1000-ഓളം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന സ്വിമ്മേഴ്സിനെ അവരുടെ ഡാറ്റാസ്, അവരുടെ കപ്പാസിറ്റി, അവരുടെ ടൈമിങ്, അവരുടെ റാങ്കിങ്, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങളെല്ലാം അവരെടുത്തിട്ട് അവർ ഒരു സിസ്റ്റത്തിലേക്ക് കയറ്റി. ദെൻ അതേപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത് ചൈന, USA, റഷ്യ പോലെ സ്വിമ്മിങ്ങിൽ. സോ അതിലുള്ള ഏറ്റവും പെർഫോമിങ് ചെയ്യുന്ന അത്ലറ്റിക്കുകളുടെ ഡാറ്റാസും കൂടെ ക്ലബ് ചെയ്തിട്ട് ഇവരൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതായത് ഇതിന് നമുക്ക് എവിടത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. അതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഗോൾഡ് മെഡൽ അടിച്ചിരുന്ന അത്ലറ്റിക്സ്. ദെൻ അവരുടെ കയ്യിൽ അവരുടെ നാട്ടിലുള്ള ഈ 1000 അത്ലറ്റിക്സിന്റെ ഡാറ്റ ചെയ്യും. ഇത് വെച്ചിട്ട് അവരൊരു അൽഗോരിതം ഫോം ചെയ്യുകയും ഈ നിൽക്കുന്ന പൊസിഷനിലേക്ക് ആ പൊസിഷനിലേക്ക് എത്താൻ എന്തൊക്കെ പോരായ്മകളാണ് അവരുടെ അത്ലറ്റിക്സിന് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് അവരുടെ കരിയറിന്റെ, അവരുടെ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ 9 ഗോൾഡ് മെഡലും 3 സിൽവറും 8 ബ്രൗൺസും ആണ് ഓസ്ട്രേലിയ ഈ AI മാജിക്കിലൂടെ
നേടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി നമ്മൾ എവിടെ നിന്ന് പഠിക്കുക, അതായത് ലോകത്തിലുള്ള ഏറ്റവും നല്ല സ്വിമ്മിംഗ് കോച്ചുകളുള്ളത് US-ന്റെ കയ്യിലും അതേപോലെ തന്നെ ചൈനയുടെ ഭാഗത്തായിരുന്നു. സോ ഇവിടുന്ന് ഒരു ആവറേജ് ടീമിനെ അല്ലെങ്കിൽ ആവറേജ് അത്ലറ്റിക്സിനെ ഗോൾഡ് മെഡൽ അടുപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ഹിസ്റ്റോറിക് മൊമെന്റിലേക്ക് എത്തിച്ചതിന്റെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ എങ്ങനെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സിമിലർലി നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യം പറ്റാം. അപ്പോൾ ഹാപ്പക്സിന്റെ ഒരു സ്മാർട്ട് ആപ്പ് വന്നിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്കിൽസിനെ നമ്മൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്നതിലൂടെ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു കരിയർ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു കോഴ്സ്, ആ കോഴ്സിൽ വേണ്ട സ്കില്ലുകളെയും വെച്ച് ഇത് അവർ തമ്മിലുള്ള ഗ്യാപ്പുകൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഗ്യാപ്പുകളെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു റീഇൻഫോഴ്സ്ഡ് ലേണിംഗ് സിസ്റ്റമാണ് ആക്ച്വലി അപ്പെക്സിന്റെ സ്മാർട്ട് ആപ്പ്. ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കോളുകൾ വരുമ്പോൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. കാര്യം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. കോഴ്സുകളായിക്കോട്ടെ, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റികളായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള കോളുകൾ. സോ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, അതായത് നിങ്ങളുടെ ഡിസിഷൻ മറ്റൊരാൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കണം. പക്ഷെ ഇതെല്ലാം നമ്മൾ അറിയാൻ വേണം. ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സോൾവ് ആവും. ഓക്കെ, സോ ഈ ബിസിനസ് എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ ഈ AI ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എത്രത്തോളമായിരിക്കും? ഇൻട്രസ്റ്റിംഗ്. ഇത് ആക്ച്വലി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ ഓൾറെഡി 30 മുതൽ 50% വരെ ഓട്ടോമേറ്റഡ് ആണ് കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ഒരു സോഫ്റ്റ്വെയറിനകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും സോഫ്റ്റ്വെയർ ചെയ്യും. അതായത് ബാക്കിയുള്ള പ്രോസസ്സ് എന്ന് കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യണം, അതേപോലെ അതിനെ സമ്മറൈസ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ഇന്ന് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു അപ് ടു 40% ഓഫ് ടാസ്കുകളും ഓൾറെഡി ഓട്ടോമേറ്റഡ് ആണ്. അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഇതുവരെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രൈമറി സ്റ്റേജിലുള്ള പ്രോസസ്സാണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. റെക്കോർഡിങ് അതേപോലെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെക്കോർഡ് ചെയ്യണം. സോ ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഓട്ടോമേറ്റ് ചെയ്യാത്തത്. ഇവിടെയാണ് നമുക്ക് ആമസോൺ ഗോ സ്റ്റോറിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. എനിവേ നമുക്ക് പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു പ്രോസസ്സും കൂടെ ഓട്ടോമേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പ്രോസസ്സാണ് നമുക്ക് ഇനി ഓട്ടോമേറ്റ് ചെയ്യാനുള്ളത്. ഇതിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന പ്രൊഫഷണൽസ് അല്ലാത്ത ഒരു 80 to 90% ഓഫ് അക്കൗണ്ടൻസ്മാരും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ എറർ വരുന്നതും ഈ ജോലിക്കാണ് ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ 4 പ്രോസസ്സുകളിൽ ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ഓട്ടോമേറ്റ് ചെയ്യുള്ളൂ, ബാക്കി 3 പ്രോസസ്സും ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടും. സോ ഈ ട്രാൻസാക്ഷൻസിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന അക്കൗണ്ടന്മാരിൽ ഒരു 80% ആൾക്കാരും അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഈ ജോലിയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് അക്കൗണ്ടിങ് എന്നല്ല പറയാം, ഇതിന് ജസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ബുക്ക് കീപ്പിംഗ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ആളെ ബുക്ക് കീപ്പർ എന്നാണ് പറയാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നത്. സോ അതായത് ഈ ഒരു ടാസ്ക് ചെയ്യാൻ ശരിക്കും ഒരു BCom കഴിഞ്ഞ ആളോ അല്ലെങ്കിൽ PG കഴിഞ്ഞ ആളുടെ ആവശ്യമില്ല. കാര്യം നമ്മളൊരു ഡാറ്റ എൻട്രി അറിയുകയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയുകയും ചെയ്യുന്ന ഏതൊരാൾക്ക് വേണമെങ്കിലും ഈ ആദ്യത്തെ ഈ ഒരു പ്രോസസ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ് ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ആരാണ് ഈ അക്കൗണ്ടന്റ്? അത് ആക്ച്വലി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുണ്ടെങ്കിൽ അറബിയിൽ അക്കൗണ്ടൻസിന്റെ മുഹാസബ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഭയങ്കര വൈഡ് മീനിങ് ഉള്ള ഒരു വേർഡാണ്. അതായത് നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം, അതല്ലെങ്കിൽ ദ പേഴ്സൺ ഹു അനലൈസ് വൺസ് ഡീഡ് ആൻഡ് തോട്ട് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കറക്റ്റിംഗ് ദം. അതായത് ഒരു വൈഡ് മീനിങ് അല്ലെങ്കിൽ ഒരു വൈഡ് ടാസ്ക് ആണ് ആക്ച്വലി അക്കൗണ്ടൻസ് ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് ബി ദ ബ്രെയിൻ ബിഹൈൻഡ് എ സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറയാറുള്ളത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അക്കൗണ്ടൻസിന്റെ അല്ലെങ്കിൽ അത്രയും റോളുകൾ അക്കൗണ്ടൻസിന്റെ ബിസിനസ് ചെയ്യാനുണ്ട്. അവരെടുക്കുന്ന ഡിസിഷൻസ്, അവരുടെ ഫൈൻഡിങ്സ് ആണ് ആക്ച്വലി ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിളിലേക്ക് എത്തിക്കുന്നതും അതിന് വേണ്ട എത്തിക്കുന്നതും. അത്തരത്തിലുള്ള കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ശരിക്കും അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് വരാം.
നമ്മൾ ഏതൊരു മേഖലയിൽ എടുക്കുകയാണെങ്കിലും ആ മേഖലയിലുള്ള ജോബ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കരിയർ എടുക്കുകയാണെങ്കിലും ആ കരിയറിനകത്ത് ഒരുപാട് ടാസ്കുകൾ ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ്ങിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ടാസ്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഐഡന്റിഫൈങ്, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇന്റർപ്രറ്റിംഗ്, ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി യൂസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതൊരു വലിയൊരു എലമെന്റാണ്. ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളെ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്ങിൽ. ഇത്തരത്തിലുള്ള ടാസ്കുകളെ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ 2 കാറ്റഗറി ആയിട്ട് തരത്തിരിക്കാം. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കാറ്റഗറിയാണ്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അതിന്റെ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് കാറ്റഗറിയാണ്. സോ ഇങ്ങനെ 2 കാറ്റഗറി ടാസ്കുകളായിട്ട് നമ്മൾ ഇതിനെ തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഓക്കെ, സോ ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒരു കമ്പനി നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ബോട്ടം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഏറ്റവും ബോട്ടത്തിലേക്ക് വരുമ്പോൾ അത്രയും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരും ആ ഒരു പ്രോസസ്സിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ 10 എക്സിക്യൂട്ടീവ് ലെവലിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ജോലിക്കാരുണ്ടാവും. ഈ 10 പേരെ മാനേജ് ചെയ്യാൻ അതിന്റെ മുകളിൽ ഒരു മാനേജർ ഉണ്ടാവും, ഒരു മാനേജർ ഒരു സൂപ്പർവൈസർ. ഇങ്ങനത്തെ ഒരു 4-5 മാനേജേഴ്സിനെ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ വേറൊരു ലീഡർ ഉണ്ടാവും. ഇതിന്റെ എക്സിക്യൂട്ടീവ് മേഖലയിലാണ് ഈ അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസ് വരിക, വർക്കിംഗ് വരിക, ടാസ്കുകൾ വരിക. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവുക ഈ എക്സിക്യൂട്ടീവ് ടാസ്കുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രാറ്റജിക്കൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കുള്ള വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ടാസ്കുകളെ കോർഡിനേറ്റ് ചെയ്യാം, അതെങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കുക. ഇങ്ങനെയുള്ള കുറച്ചും കൂടെ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഫ്ലുവൻസ് വേണ്ട ടാസ്കുകൾ ആയതുകൊണ്ട് തന്നെ അവിടെ AI ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എക്സിക്യൂട്ടീവ് ടാസ്കുകളിൽ സാധാരണ വർക്കുകൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രാറ്റജിക്കൽ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന ലീഡർഷിപ്പ് റോളുകളുള്ള ആൾക്കാരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ ഫൈൻഡിങ്സുകൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ജോലിയാണ് മിക്കവാറും ഈ എക്സിക്യൂട്ടീവ് ടാസ്കുകളിലുള്ള ആൾക്കാർക്ക് എക്സിക്യൂട്ടീവ് ടാസ്കുകളിൽ ചെയ്യാനുണ്ടാവും. സോ നമ്മൾ ChatGPT ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ഡെവിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രാറ്റജിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലോജിക് അതല്ലെങ്കിൽ ഒരു ടാസ്ക്, ആ ടാസ്കിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ഔട്ട്പുട്ട് അവർ ജനറേറ്റ് ചെയ്ത് തരുന്നത്. യെസ്, കറക്റ്റ്. അതായത് ഇന്ന് ഈ എക്സിക്യൂട്ടീവ് ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഹ്യൂമൻസ് ചെയ്യുന്ന പണി മെഷീൻസ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഡ്യുവറ്റിന്റെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അവർ ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന ലോജിക്കിനനുസരിച്ച് ഒരു കോഡ് റൈറ്റ് ചെയ്യുക മാത്രമല്ല, ചെയ്യുന്ന കോഡുകളിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ChatGPT-യിലൊക്കെ നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് എറേഴ്സുകൾ വരാറുണ്ട്. സോ അത്തരത്തിലുള്ള എറേഴ്സുകൾ ഡ്യുവറ്റായി ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്ത് തരുന്നുണ്ട്. സോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി എക്സിക്യൂട്ടീവ് ടാസ്കുകൾ ചെയ്യാൻ മനുഷ്യന്റെ ആവശ്യം ഇപ്പോൾ കോഡിങ്ങിൽ വരെ ഇല്ലാണ്ടായി. സോ ഇത് ഇനി എല്ലാ ടാസ്കുകളിലും ഇത് എല്ലാ ഏരിയയിലും ഇതേപോലെ തന്നെയായിരിക്കും ഈ എക്സിക്യൂട്ടീവ് ടാസ്കുകളുടെ കാര്യത്തിൽ വരാൻ പോകുന്നത്. അക്കൗണ്ടിങ് മേഖലയിൽ എക്സിക്യൂട്ടീവ് ടാസ്കുകൾ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നത് ആക്ച്വലി ബുക്ക് കീപ്പിംഗ് പ്രോസസ്സാണ്. ഓക്കെ, സോ ഈ ബുക്ക് കീപ്പിംഗും ഇതേപോലെ ഇപ്പോൾ നമ്മൾ ആമസോൺ കോസ്റ്ററിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ. അതിനകത്ത് ഈ ബുക്ക് കീപ്പിംഗ് സിസ്റ്റം വേണ്ടി വരുന്നില്ല. കാര്യം മെഷീൻ AI സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇവർ പർച്ചേസ് ചെയ്യുന്നവരുടെ കാർട്ടിനെ മാനേജ് ചെയ്യുന്നു. ഏതൊക്കെ പ്രോഡക്റ്റ് ഇവർ വാങ്ങിച്ചു, ഏതൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് അവർ ആക്ച്വലി ഹോം ടേക്ക് ടു ഹോം, അതിൽ ഒരു ബില്ല് ചെയ്യേണ്ട ഇത് ഏതാണെന്നുള്ളത് നമ്മുടെ മെഷീൻ ആമസോണിലെ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് അവർ എന്താണ് ആ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ആ ട്രാൻസാക്ഷൻസ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം, അക്കൗണ്ടിങ്ങിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു ജോബ് ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവാൻ ഇനി അധികം സമയം വേണ്ടിയില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ബിഗ് 4 കമ്പനികളായിട്ടുള്ള ഡിലോയിറ്റ്, PwC, EY ഇവരൊക്കെ ഇതിനകത്ത് അതായത് ഈ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ AI കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അധികം വൈകാണ്ട് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലുള്ള ഈ എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ടാസ്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവും എന്നുള്ള കാര്യത്തിൽ
സംശയമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ലീഡർഷിപ്പ് റോളിൽ ബാധിക്കാത്തത്? ദാറ്റ്സ് ദ പോയിന്റ്. ആക്ച്വലി അക്കൗണ്ടിംഗ് മേഖലയിൽ ലീഡർഷിപ്പ് റോളുകളിൽ പ്രധാനമായിട്ടും വരുന്ന 3 ടാസ്കുകളാണ്. ഒന്ന്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റ, ആ ഡാറ്റനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം, ദെൻ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ദ ലാസ്റ്റ് വൺ ഈസ് അതിലൂടെ നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലതരത്തിലുണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ബെനഫിഷ്യബിൾ ആവുന്ന രീതിയിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ട് AI ഇമ്പാക്ട് ചെയ്യുന്നില്ല എന്നുള്ള പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഈ അക്കൗണ്ടിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻസ് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. കാരണം അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻസ് എടുക്കുന്ന ഡിസിഷൻസ് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഇവിടെ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഒരുപാട് വേണം. സോ ആ പേഴ്സണൽ ജഡ്ജ്മെന്റ് എടുക്കണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത് ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. 2 ലോ ആൻഡ് കംപ്ലൈൻസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ്, അറിയാന്നുള്ളതാണ്. ദെൻ എത്തിക്കൽ പ്രാക്ടീസുകൾ അറിയണം, ദെൻ ന്യൂആൻസ് അറിയണം, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം. സോ ഈ പറയപ്പെടുന്ന 5 സ്കില്ലുകളും ഇന്ന് AI ചെയ്യുന്നതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് AIക്ക് ഉണ്ട്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ ടു പേഴ്സൺ ഇതിന്റെ ജഡ്ജ്മെന്റുകൾ ഡിഫറൻസ് ആയിരിക്കും. ഇത് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നേടിയെടുക്കാൻ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ ഒരു നമ്മൾ വെറും ഈ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ഈ AI നേരിടുക എന്നുള്ളത് പോസിബിൾ ആണ്? ശരിക്കും പറയല്ലേ, ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് വേറെ രീതിയിലായിരിക്കണം എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 പാർട്ടുണ്ട്. ആ 2 പാർട്ടിൽ ഏത് പാർട്ടിലാണ് നമ്മളുടെ കരിയർ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് വരും. നമ്മൾ പറഞ്ഞ പോലെ ഈ സ്ട്രാറ്റജിക്കൽ പാർട്ടിലാണ് നമ്മളുടെ കരിയർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സ്കില്ലുകൾ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാല് നമ്മളുടെ ഇന്നത്തെ ഡിഗ്രി അല്ലെങ്കിൽ PG കരിക്കുലത്തിൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളിതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ടാസ്കുകളിൽ ഏത് ടാസ്കുകളിലേക്കാണ് നമ്മളുടെ കരിയറിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്പൺ എയ്ഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ഒരു റിപ്പോർട്ട് വരേണ്ടായി. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ അതിനകത്ത് ബേസിക്കലി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇമ്പാക്ട് ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ഫീൽഡ്സിനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് IT സെക്ടറിനകത്ത് ഏകദേശം 99% ടാസ്കുകളും AIയുടെ ഇമ്പാക്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഏകദേശം 80% ടാസ്കുകളും ഇല്ലാണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. ദെൻ അക്കൗണ്ടിങ് മേഖലയിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഏകദേശം 70 to 90% ടാസ്കുകളെയും ഇത് കാര്യമായിട്ട് AIയുടെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി വരുന്ന 30% ഓഫ് ടാസ്കുകൾ മാത്രമായിരിക്കും AIയുടെ ഇമ്പാക്റ്റിലും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ 30% ഓഫ് ടാസ്കും ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ സ്ട്രാറ്റജിക്കൽ പൊസിഷൻസിലുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് റോളുകളിലുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. കാര്യം ആ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള സ്കില്ലുകൾ അനിവാര്യമാണ്. അതില്ലാതെ ഒരിക്കലും കഴിയില്ല. സോ നിർഭാഗ്യവശം എന്ന് പറയട്ടെ, നമ്മളുടെ ഇന്നത്തെ ഡിഗ്രി അല്ലെങ്കിൽ PG കരിക്കുലത്തിൽ അത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും നമുക്കില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. നമ്മൾ ഇനി ഏത് മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിലും അത് കോഡിംഗ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം സ്ട്രാറ്റജിക്കൽ പൊസിഷൻസ് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലുകൾ നേടാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ള ഒരു കാര്യം വെച്ചാൽ AI may have a data, but human skill make its purpose. ഈ SLC+2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഈ സ്കില്ലുകൾ നേടിയെടുക്കാൻ ആ കുട്ടി എന്ത് ചെയ്യണം? ഓക്കെ, അതൊരു നമ്മളത് പറയുണ്ടായി. അതായത് നമ്മൾ അത്തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് മേഖല ലക്ഷ്യം വെക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഹാപ്പക്സിന്റെ കീഴിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ അക്കാഡമിക് വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ SLC കഴിഞ്ഞ് ഡയറക്റ്റ് എൻറോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 5 years ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് ഹപ്പക്സ് ഇന്റഗ്രേറ്റഡ് കൊമേഴ്സ് ലീഡർഷിപ്പ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഇതിനകത്ത് ഫിനാൻസ് ആൻഡ് കൊമേഴ്സ് മേഖലയിൽ ലീഡർഷിപ്പ് റോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ട പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് നേടുക,
പ്ലസ് അതിൻ്റെ കൂടെ ഫിനാൻസ് മേഖലയിൽ ഡാറ്റ അനലിറ്റിക്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു വാല്യൂ അഡീഷൻ പ്രോഗ്രാമുകളുമായിട്ട് ഒരു പവർ ബ്രാക്കറ്റ് പ്രോഗ്രാമാണ്. ഇനി SLC കഴിഞ്ഞ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കാൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൊമേഴ്സിന് ജോയിൻ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഈവൻ സയൻസ് ആണ് കൊമേഴ്സിൽ താല്പര്യം ഉണ്ടെങ്കിലും അത്തരം കുട്ടികൾക്കും അവരുടെ +1+2 കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ജൂനിയർ ഇന്റഗ്രേറ്റഡ് കൊമേഴ്സ് ലീഡർഷിപ്പ് പ്രോഗ്രാമും ഹാപ്പക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയാം, ഇന്ന് ഇന്ത്യയിൽ ഒരു കൊമേഴ്സ് മേഖലയിൽ ഒരു കരിയർ അല്ലെങ്കിൽ കൊമേഴ്സിൽ ലീഡർഷിപ്പ് മേഖലയിൽ ഒരു കരിയർ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇന്റഗ്രേറ്റഡ് കൊമേഴ്സ് ലീഡർഷിപ്പ് പ്രോഗ്രാം. സോ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഏകദേശം നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ ഏരിയയിലാണ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത്, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് മെത്തുകൾ നമ്മൾ അവലോകനം ചെയ്തു. ദെൻ ഇമ്പാക്ട് കടന്നു വരികയാണെങ്കിൽ പോലും അതിനകത്ത് ഏതൊക്കെ റോളുകളാണ് ഇനി എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യത്തിൽ നമ്മൾ ഏകദേശം ഒരു തീരുമാനം ഉണ്ടാക്കി. ദെൻ ഏതൊരു ഇമ്പാക്ട് ഉണ്ടായാലും എക്സിസ്റ്റ് ചെയ്യുന്ന കരിയറുകളിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം, എന്തായാലും DM ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.